ഹായ് ഗൈസ്, അങ്ങനെ നോക്കി നിന്ന് നമുക്ക് സേഫ്റ്റിയിൽ ജോലിക്ക് കയറിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇനി ചെന്നൈയിൽ നിന്നും നമ്മളിനി നേരെ രാജസ്ഥാനിലേക്ക്. പിന്നെ അതിൻ്റെ യാത്രയല്ല, 2 ദിവസം യാത്രയുണ്ട്. ഡൽഹി ചെന്നിട്ട് അവിടെ നിന്നൊക്കെ പോകുന്ന വഴി കുറേ സ്ഥലങ്ങളൊക്കെ കാണിക്കാം. പോകുന്നതിൻ്റെ ഒരു വിഷമവും ഒരു ഇവൻ ഉറങ്ങും. ഇവൻ പോകുന്ന ഒരു സ്ഥലം പോയിട്ട് ആ ട്രെയിനിൻ്റെ അപ്പുറത്തെ പോകും. ഇനി ഒരു വ്ലോഗ് മാത്രം. എല്ലാവരും വന്ന് ഇപ്പോണ്ട് ഗൈസ്. അവനെന്തേ അവനെ ഓക്കെ ഗൈസ്, ബൈ ഗൈസ്. കുറച്ചും കൂടെ കഴിഞ്ഞുള്ളൂ. രാജസ്ഥാനിലേക്കുള്ള പുറപ്പാടായി ഗൈസ്. നമ്മുടെ അങ്ങനെ 2 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ഡൽഹിയിലെത്തിയതിന് ശേഷം നമ്മൾ ചങ്കൻ്റെ ഒക്കെ ഇടയ്ക്ക് പോയി അവിടുന്ന് ഉച്ചക്കലത്തെ ഊണെല്ലാം കഴിച്ച് അന്ന് തന്നെ വൈകുന്നേരം നമ്മൾ രാജസ്ഥാനിലേക്ക് ബസ് കയറി. ഹിന്ദി അറിയാത്തതുകൊണ്ടാണ് ഞാൻ ഇവനെ കൊണ്ട് പോയത്. ഇനി അവിടെ ചെന്നിട്ട് തിരിച്ചു വരുന്നതൊക്കെ ഏത് രീതിയിലായ എനിക്കറിയാമല്ലോ, എങ്ങനെയൊക്കെ വരുമെന്നൊരു പിടുത്തമില്ല. ഇവൻ വേണം എല്ലാ കാര്യങ്ങളും ചോദിച്ചും പറഞ്ഞ് അവരുടെയൊക്കെ ചോദിച്ചും പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി. അപ്പം ഇനി രാജസ്ഥാനിൽ എത്തിയിട്ട് കാണാം. കമ്പനി ഉണ്ടോന്നില്ല ഗൈസ്. നമ്മുടെ ബസ്സുകൾ കണ്ടോളൂ, നമ്മൾ വന്നിരിക്കുന്ന ബസ്സുകൾ കണ്ടോളൂ. എല്ലാ ബസ് കണ്ടാലും നമുക്കറിയാം ഇങ്ങോട്ടേക്കുള്ളതാണ്. ബട്ട് നമ്മുടെ ബസ് കണ്ടാൽ അപ്പം തന്നെ അറിയാം ഇത് രാജസ്ഥാനിലേക്കുള്ള വണ്ടിയാണ്. ആഹാ, അവിടെ എത്തുമ്പോഴത്തേക്ക് മൂല കയറി ഇരിക്കുമ്പോൾ എന്ന് പറയാതിരുന്നാൽ മതിയായിരുന്നു. ഇന്റർസിറ്റി കുഞ്ഞേച്ചിയൊക്കെ അന്ന് വന്ന അയോധ്യയിൽ നിന്ന് ബസ് കിട്ടും. മൂന്ന് ദിവസം മുന്നേ ഇറങ്ങിയതാണ് ഗൈസ്. ഈ ഒരു കിടപ്പാണ് കഴിഞ്ഞൊരു 3 ദിവസമായിട്ട്. ട്രെയിനിലും ബസ്സിലും എല്ലാമായിട്ട് ഈ ഒരു കിടപ്പ് തന്നെ. നമ്മൾ രാജസ്ഥാനൊക്കെ എത്തി. ഫോക്കസ് ആവുന്നില്ല. രാജസ്ഥാനൊക്കെ എത്തി. നമ്മൾ വിചാരിച്ച പോലൊന്നും അല്ല, മരുഭൂമിയൊന്നും ഇല്ല. ഇങ്ങനെ ഇടയ്ക്ക് പച്ചപ്പും അല്ലാതെ ഉണ്ട്. അതിലിപ്പോൾ എത്താറായി. 10-60 കിലോമീറ്ററും കൂടെ ഉള്ളൂ. ഇതാണ് ഹോട്ടൽ കൈലാഷ് ക്യാമ്പ്. ഇവിടാണ് നമ്മൾ താമസിക്കുന്നത്. ഇവിടാണ് നമ്മുടെ അക്കോമഡേഷനും കാര്യങ്ങളും എല്ലാം. ഇതാണ് ഗൈസ് നമ്മൾ നിൽക്കുന്ന സ്ഥലം. ഇതിലേതോ ഒരു റൂമാണ്. നമ്മളിവിടെ ആൾക്കാരെ കാത്ത് നിൽക്കുകയാണ്. ഇവിടെ വരെ ഒരു ഓട്ടോക്കാരൻ കൊണ്ട് വിട്ട്. ഗെയിം ഏരിയ എല്ലാം ഉണ്ട് ഇവിടെ. അങ്ങനെ സ്റ്റേ അടിപൊളിയാണ്. ഇതേപോലെ ഇഷ്ടത്തിന് കണ്ടെയ്നേഴ്സ് ഉണ്ട്. ഓരോ കണ്ടെയ്നേഴ്സിലും 2 പേര് അല്ലെങ്കിൽ 3 പേര് ഇത്രയും വെച്ചാണ് അവർ അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു ഗെയിമിങ് ഏരിയയും പിന്നെ ബാക്കിയുള്ള സ്ഥലമൊക്കെ ഇനി നോക്കണം എവിടെയൊക്കെ എന്തൊക്കെയാണ്. ഇതാണ് ഗൈസ് നമ്മുടെ റൂം. ഇങ്ങനെയാണ് 2 ബെഡൊക്കെ നമുക്ക് അലോക്കേറ്റ് ചെയ്തേക്കുന്നത്. നമുക്ക് ബെഡുണ്ട്, നമുക്ക് ചാർജിങ് സ്റ്റേഷൻസ് ഉണ്ട്, AC ഉണ്ട്, പിന്നെ ഡ്രസ്സിങ് ഏരിയ എന്നും പറഞ്ഞ ഈ ഒരു ഏരിയ മറ്റുണ്ട്, TV ഉണ്ട്, ഒരു ചെറിയൊരു ഫ്രിഡ്ജുണ്ട്, പിന്നെ
2 പേർക്കായിട്ട് പാർട്ടീഷൻ പോലെ ഒരു അലമാരയുണ്ട്. അതൊന്നും പോരാതെ നമ്മുടെ വാഷ്റൂമിലേക്ക് കയറുമ്പോൾ അത്യാവശ്യം നല്ല ക്ലീൻ ആൻഡ് ടൈഡി ആയിട്ടുള്ള വാഷ്റൂമാണുള്ളത്. ഓവറോൾ നമ്മുടെ സ്റ്റേ 100% സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ ഡെയിലി ബേസിസിൽ ഇവിടെ ക്ലീനിങ് ഉണ്ട്. ഇവിടെ റൂം വാഷ്, ബെഡ് ക്ലീനിങ്, ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യും, ഫ്ലോറ്, മിറർ, ടാപ്പ് ക്ലീനിങ്, ടവല്, ഡസ്റ്റ്ബിന്ന്, ഇതെല്ലാം എല്ലാ ഡേ ബൈ സ്റ്റേസ് അതെല്ലാം അവർ ചെക്ക് ചെയ്ത് ക്ലീനാണ്. അങ്ങനെ നമ്മൾ ഉച്ചക്കത്തെ ലഞ്ച് കഴിക്കാൻ പോവുകയാണ്. ഇതിനെ കയറ്റുമോ ഇല്ലയെന്ന് എനിക്കൊരു ഉറപ്പുമില്ല. ഇവനെ ഇനി അവർ കയറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ഏത്തയ്ക്കുണ്ട്, പേരയ്ക്കുണ്ട്, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. പേടിക്കണ്ട ഗൈസ്, ഇതിന് ആഹാരം കൊടുത്ത് അത് കാരണം കുഴപ്പമില്ല. അങ്ങനെ മൈദ തൊട്ട് ആടുകളും എല്ലാം ഉണ്ട് നമ്മുടെ ഇവിടെ. ആദ്യം ആടിനെ കണ്ടപ്പം പെരിയോനെ റഹ്മാനെ പാട്ട് ഓർമ്മ വന്നത്. പക്ഷേ കുഴപ്പമില്ല, നല്ല സ്ഥലമാണ് എല്ലാം. ഇവിടെ വരുന്ന ബുദ്ധിമുട്ടേ ഉള്ളൂ. വന്നു കഴിഞ്ഞാൽ സുഖമാണ്. വന്നു കഴിഞ്ഞാൽ വലിയ അലച്ചിലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. എല്ലാം കറക്റ്റ് ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് വന്നു കഴിഞ്ഞ് ഇനിയിപ്പം ഇവിടെ വന്നു കഴിഞ്ഞ് 21 ദിവസം ഒരു ഒന്നും അറിയണ്ട. ആഹാരത്തിന് ആഹാരം, വെള്ളത്തിന് വെള്ളം, ചൂടിന് AC, അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ നാളെ പ്ലാന്റിലും കൂടെ പോയി കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി പറയാം. അങ്ങനെ നമ്മുടെ ലാംഗ്വേജ് പ്രശ്നം കാരണം നമുക്ക് കൂട്ടായിട്ട് വന്നവൻ പോവുക. അവനെ യാത്രയാക്കാൻ വേണ്ടി ഞാനും കൂടെ ഒന്ന് വെള്ളോട്ട് വന്നതാണ്. തിരിച്ച് വീട്ടിൽ തന്നെ എത്തണേടാ. ഈ ഒരു ഓട്ടോ ചേട്ടൻ്റെ കൂടെ പോകാനാണ് ഇവൻ്റെ പ്ലാൻ. കൈ കാണിക്കടാ. അപ്പോൾ ഓക്കെ മാൻ, ബൈഡാ. അങ്ങനെ നമ്മളെ വിട്ടവൻ പോയിരിക്കുകയാണ് ഗൈസ്. അവനിനി പോയിട്ട് ഇനിയിപ്പോൾ ഡൽഹി വെച്ചപ്പോഴെങ്കിലും കാണാം. ഇനിയുള്ള ഒരു 21 ദിവസം ഇനി ഈ ഒരു ക്യാമ്പിലാണ് ഞാൻ. ഈ ക്യാമ്പിലല്ല, ഇവിടാണ് താമസം. ഇവിടുന്ന് എല്ലാ ദിവസവും രാവിലെ 7:30 നമ്മൾ പ്ലാന്റിലേക്ക് പോകും. പ്ലാന്റിൽ പോകുന്ന ബസ്സുകളാണ് അങ്ങ് കിടക്കുന്നത്, കാണാമല്ലോ. ഇവിടുന്ന് ഇനി പ്ലാന്റിൽ പോയി വൈകുന്നേരം തിരിച്ചു വരും. ഇതെല്ലാം ഇവിടെ ഇങ്ങനെ നടക്കുന്ന കുറച്ച് കുരുപ്പ് സാധനങ്ങളാണ്. നമ്മൾ മൂട്ടിലിരിക്കാതിരുന്നാൽ മതിയായിരുന്നു. എല്ലാത്തിനും നിറയെ നല്ല അടിപൊളി കൊമ്പുള്ളത് കൊണ്ട് ഏത് സമയം വേണേലും ഒരു ഇടി പ്രതീക്ഷിക്കുന്നത്. ഹായ് ഗൈസ്, ഇവിടെയാണ് ആദ്യത്തെ ഞാൻ വന്നേക്കുന്നത്. ഇവിടെ ഇപ്പം ഒരുപാട് വെൽപ്പാടുണ്ട്. വെൽപ്പാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓയിൽ റിഗ് ചെയ്യുന്ന സ്ഥലമാണ്. ഭൂമിക്കടിയിൽ നിന്ന് ഓയിൽ നമ്മൾ കുടിച്ചെടുക്കും. അതിൻ്റെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു വെൽപ്പാടുകളുണ്ട്. അതിലൊരെണ്ണമായത്. അങ്ങനെ അതൊരു മീന. ഇതാണ് ആ ഏരിയ. വർക്കൊക്കെ നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ വർക്കും അതിൻ്റെ ഒരുപാട് വർക്ക് ലോഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല, സുഖമാണ്. പിന്നെ 21 ദിവസം കണ്ടിന്യൂസ് ആണെന്നുള്ളൊരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ പെട്ടെന്ന് അങ്ങ് പോകും. കാരണം രാവിലെ വന്നു, വൈകിട്ട് പോയി കിടന്നുറങ്ങി, തിരിച്ച് വന്നു, എല്ലാം നമ്മളൊന്നും വേണ്ട. നമ്മളിങ്ങനെ ആ ഫ്ലോയിലങ്ങ് പോയാൽ മതി. 21 ദിവസം പെട്ടെന്ന് അങ്ങ് പോകും. ഒരുപാട് വർക്ക് ലോഡോ അല്ലെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. പിന്നെ ഇൻസ്പെക്ഷൻസ് ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് അതിനൊക്കെ പോകണം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നെ 21 ദിവസം കഴിഞ്ഞാൽ പിന്നെ 21 ദിവസം ലീവല്ലേ. അതുകൊണ്ടൊരു 15 ദിവസവും വീട്ടിൽ തന്നെ. ഇപ്പം ഞാൻ ഇവിടെ അഡ്മിൻ ഓഫീസിൻ്റെ അവിടെ, ഇവിടെ എല്ലാ സാധനവും കണ്ടെയ്നർ പരിപാടിയില്ല. അഡ്മിൻ ഓഫീസിൻ്റെ അവിടെ ഇങ്ങനെ ഗേറ്റ് പാസിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നു. ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. എല്ലാം ഹിന്ദിക്കാരാണ്ട് പ്രശ്നമില്ല. നമ്മൾ പറയുന്നത് മനസ്സിലാവില്ല, അവർ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. ഹിന്ദി പറഞ്ഞപ്പോഴാണ് ഇവിടെ വന്ന ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയത് ഞാൻ ഹിന്ദി സംസാരിക്കാനാണ്. ഒരുമാതിരി 95% ആൾക്കാരും ഹിന്ദിക്കാരും, ബാക്കി ഒരു 4% തമിഴന്മാർ, പിന്നെ 1% മലയാളികളൊക്കെ ഉള്ളതെന്ന് തോന്നുന്നു. ഞാൻ മലയാളികളെ 2 പേര്, ഒരാളെ മാത്രമേ കണ്ടുള്ളൂ ഇതുവരെ, 2 പേരെ എനിക്കറിയാം. അപ്പം അങ്ങനെ പോകുന്നു, കുഴപ്പമൊന്നുമില്ല. ഇവിടെ സെറ്റാണ്. ഇവിടങ്ങളിൽ ഇഷ്ടത്തിനുള്ളൊരു കാര്യമാണ് ഈ മയിൽ. എവിടെ നോക്കിയാലും മയിലാണ്. നമ്മുടെ നാട്ടിൽ കോഴിക്കുഞ്ഞുങ്ങൾ നടക്കുന്ന പോലെയാണ് ഇവിടെ ഈ മയിൽ നടക്കുന്നത്. അങ്ങനെ നമ്മുടെ 3ാമത്തെ ദിവസവും കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. ഇന്നുകൊണ്ട് എൻ്റെ ഗേറ്റ് പാസ് എല്ലാം കിട്ടി.
കാർഡെല്ലാം കിട്ടി. ഇനിയിപ്പോൾ നാളെ തൊട്ട് ഷിഫ്റ്റ് തുടങ്ങും. നാളെ തൊട്ട് 21 ദിവസമാണ് വർക്ക്. അത് കഴിഞ്ഞ് 21 ദിവസം ലീവ്. അപ്പോൾ നാളെ തൊട്ട് ഷിഫ്റ്റിന് കയറും. ഷിഫ്റ്റിനൊക്കെ കയറിയിട്ട് ബാക്കി പറയാം എങ്ങനെയൊക്കെയാണ് ഷിഫ്റ്റിൻ്റെ കാര്യങ്ങൾ, ഷിഫ്റ്റ് എങ്ങനെയാണ് പോകുന്നത്. പിന്നെ എന്നെ കൊണ്ടുള്ള വണ്ടി വന്നു. ഇങ്ങനെയാണ് ഗൈസ് ഞങ്ങളെ കൊണ്ടുപോകുന്നത്. എല്ലാവരും ഇതേപോലെ ബസ്സിൽ കയറി എന്നിട്ട് നമ്മുടെ കൈലാഷ് ക്യാമ്പിലേക്ക് പോകും. ഇതാണ് ഗൈസ് നമ്മുടെ ജിം. കുഞ്ഞൊരു ജിമ്മാണ്, പക്ഷേ കാർഡിയോയ്ക്കും വെയിറ്റ് ട്രെയിനിങ്ങിനും അത്യാവശ്യം വെയിറ്റൊക്കെ ഉണ്ട്. നമുക്കൊരു ജസ്റ്റ് ഒന്ന് ബോഡി ഷേപ്പ് ഫിഗറൊക്കെ ഒന്ന് കീപ്പപ്പ് ചെയ്യാൻ ഒരു നോർമൽ വെയിറ്റൊക്കെ തന്നിട്ടുണ്ട്. ഹായ് ഗൈസ്, അങ്ങനെ ഷിഫ്റ്റിന് കയറി ഇന്ന് ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് റൗണ്ട്സിന് പോകുന്നത്. ഇത്രയും നാൾ ഒരാൾ കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ ഇത്രയും സാധനങ്ങൾ എടുക്കണം. ഇത് ഒരു H2Sൻ്റെ ഗ്യാസ് മാസ്കാണ്. എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ പെട്ടെന്ന് ഇതും വെച്ചുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാനുള്ള അത്. പിന്നെ ഇത് ഗ്യാസ് ടെസ്റ്റർ. പിന്നെ ഫോണൊന്നും അകത്തോട്ട് കയറ്റത്തില്ല. IS മൊബൈൽ അല്ലെങ്കിൽ മാത്രമേ കയറ്റാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ശരി ഗൈസ്, ബാക്കി വന്നിട്ട്. ഹായ് ഗൈസ്, അങ്ങനെ നമ്മൾ ഒരു ഇൻസ്പെക്ഷൻ കഴിഞ്ഞിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇതാണ് പ്ലാന്റ് കേട്ടോ, പ്ലാന്റ്. ആ പ്ലാന്റിൽ ഇൻസ്പെക്ഷൻ എല്ലാം കഴിഞ്ഞ് ഇറങ്ങി. ഇനിയിപ്പം നമ്മൾ അടുത്ത പ്ലാനിലേക്ക് പോവാം. അടുത്ത ആൾക്ക് നമ്മുടെ ഫ്രണ്ടിൽ തന്നെ. ഇത് ഒരുപാട് പ്ലാന്റ് ഉണ്ട് അവിടെ എല്ലാം. ഇങ്ങനെ ഇൻസ്പെക്ഷൻ എല്ലാം ചെയ്ത് നമ്മളിങ്ങനെ നടക്കുന്നു. ഇനി അടുത്ത പ്ലാന്റ് അടുത്ത്. ഇനി വേറൊരു പ്ലാന്റും കൂടെ ഉണ്ട്. എനിക്കിന്ന് 3 പ്ലാന്റാണ് നോക്കേണ്ടത്. ഒരു പ്ലാന്റ് ഒന്ന് ഇച്ചിരി ദൂരെയാണ്. അന്നേരം നമ്മുടെ ഒരു കമ്പനി വണ്ടി തന്നെ ഉണ്ട്. അവരെ വിളിച്ച് കഴിഞ്ഞാൽ അവർ വരും, പിക്ക് ചെയ്യും, നമ്മളവിടെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യും. ഇവിടെ പ്രത്യേകിച്ച് ഒബ്സർവേഷൻ ഇല്ല, കാരണം പ്രൊഡക്ഷൻ പ്ലാന്റ് അല്ലേ. പ്രൊഡക്ഷൻ പ്ലാന്റ് ആയതുകൊണ്ട് എല്ലാം സ്ട്രക്ചർ എല്ലാം ആൾറെഡി അവിടെ ബിൽഡ് ചെയ്ത് വെച്ചേക്കുക. പ്രത്യേകിച്ച് കൺസ്ട്രക്ഷൻ വർക്കൊന്നും നടക്കുന്നില്ല. പിന്നെ മെയിൻ്റെനൻസ് ആക്ടിവിറ്റിയാണ് കൂടുതലും. അത് കാരണം ഒബ്സർവേഷനൊക്കെ കുറവാണ്. നോർമൽ ഡെയിലി എന്തെങ്കിലും ചെറിയ ചെറിയ ആക്ടിവിറ്റി, വയറിൻ്റെ മെയിൻ്റെനൻസ്, പൈപ്പ് ലൈൻ്റെ മെയിൻ്റെനൻസ്, അന്നേരമൊക്കെ ഉള്ള ചെറിയ ചെറിയ ഒബ്സർവേഷൻസൊക്കെ ഉള്ളൂ. നമ്പർ പൊതുവെ കുറവാണ്. ഇനിയിപ്പോൾ അടുത്ത പഠിപ്പ. ഇതാണ് നമ്മുടെ ഉമ്മൻചി. ഓക്കെ, നമ്മളെല്ലായിടത്തും കൊണ്ടുപോകുന്നതും എല്ലാ സ്ഥലങ്ങളിലും എത്തിക്കുന്നതും എല്ലാം നമ്മുടെ ഉമ്മൻചിയാണ്. എല്ലാ സ്ഥലങ്ങളും എപ്പോൾ വിളിച്ചാലും നമ്മളെ കൊണ്ടുപോയി. भाई एक फोटो खींचेगा भाई. हैप्पी बर्थडे का मना लो उसका. हैप्पी बर्थडे. खाइयो मत, मुंह फाड़ने के बाद. ചില ദിവസങ്ങൾ ഇവിടെ ഭയങ്കര കാറ്റാണ്. ഭയങ്കര കാറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ കാണാൻ വയ്യ. ചില സമയത്ത് ഈ പൊടിയെല്ലാം കൂടി ഇങ്ങനെ കറങ്ങി വരുന്ന പോലെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഹായ് ഗൈസ്, അങ്ങനെ നമ്മൾ വന്ന വണ്ടിയുടെ ടയർ പൊട്ടി. നല്ലൊരു പൊട്ടൽ കഴിഞ്ഞ് എല്ലാവരും ഇവിടെ ഇങ്ങനെ നിൽക്കുക. ഞാൻ കാണിക്കാം ടയർ. ഹായ് ഗൈസ്, ഇന്ന് ഇവിടെ സേഫ്റ്റി മീറ്റിംഗ് ഇവിടെ സേഫ്റ്റി ഡേ ആണ്. അപ്പോൾ അത് കാരണം ഇവിടെ എല്ലാവരും ഒത്തുകൂടി. എന്തോ സംഭവം എന്നറിയത്തില്ല, അതിന് നോക്കാം. അപ്പോൾ ഇന്ന് സേഫ്റ്റി വീക്ക് ആയതുകൊണ്ടാണ് ഇത്രയും പരിപാടിയൊക്കെ ഇവിടെ വന്നത്. നമുക്ക് മാർച്ച് 4-നാണ് നമ്മൾ സേഫ്റ്റി ഡേ ആഘോഷിക്കുന്നത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ജസ്റ്റ് ഒരു ഒത്തുകൂടലും എല്ലാ ആൾക്കാരും ഓരോ കാര്യങ്ങൾ ഷെയർ ചെയ്യുകയും എല്ലാം കഴിഞ്ഞൊരു സമൂസം ചായ കിട്ടി. അതാണ് വേറൊരു ഹെലിസ്. എല്ലാം കഴിഞ്ഞിപ്പോൾ വേറെ ഇനി അടുത്ത ഡെയിലി റൂട്ടീൻ ഇൻസ്പെക്ഷനൊക്കെ പോകും. ഇത് കണ്ടോ, ഇതാണ് ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു, നമ്മുടെ കഴിഞ്ഞൊരു കുറച്ച് മുന്നേ ഞാൻ പറഞ്ഞായിരുന്നു. ഇതുപോലൊരു 15 പ്ലാന്റാണ് നമുക്കുള്ളത്. എല്ലാ ദിവസവും ഇതിലേതെങ്കിലും 2 എണ്ണം അല്ലെങ്കിൽ 3 എണ്ണം സമയമുള്ള പോലെ, രാവിലത്തെ അല്ലെങ്കിൽ ഉച്ചയ്ക്കത്തെ നമുക്ക് സമയമുള്ള പോലെ 2-3 പ്ലാന്റുകൾ നമ്മൾ ഇൻസ്പെക്ഷൻ ചെയ്യും. കാര്യങ്ങളെല്ലാം അതിൻ്റെ ഒബ്സർവേഷൻ എല്ലാം നോട്ട് ചെയ്ത് നമ്മൾ ഒരു പോർട്ടലുണ്ട്, അതിൽ അപ്ലോഡ് ചെയ്യും.
വെയിലൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം ഇത് ഫുള്ള് മൂടിക്കെട്ടി നടക്കുന്നത് കൊണ്ട് വെയിൽ ദേഹത്തടിക്കുന്നില്ല. ചൂടൊന്നുമില്ല, തണുത്ത കാറ്റ് ഇപ്പം. പിന്നെ പൊടിയുണ്ട്, അതാ ഈ മൂക്ക് ഒക്കെ ചുറ്റി വെച്ചേക്കുന്നത്. പൊടിക്കാറ്റടിക്കും. വെറുതെ ഉള്ള പൊടിയെല്ലാം കൂടെ എടുത്ത് വായിക്കേണ്ടതെന്ന് വിചാരിച്ചാൽ. ഇനിയിപ്പോൾ ഇൻസ്പെക്ഷൻ എല്ലാം ഉണ്ട്. ഉച്ച കഴിഞ്ഞ് വേറൊരു ഇൻസ്പെക്ഷൻ ഉണ്ട്. അത് നമുക്ക് ഈ വീക്കിലി അല്ല മന്ത്ലി ചെയ്യേണ്ട ഒരു ഇൻസ്പെക്ഷനാണ്. ഹലോ ഗൈസ്, ഇവിടെ ഹോളിയുടെ ആഘോഷമാണ്. ഹോളി പരിപാടി വന്നപ്പോൾ ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. എനിക്കറിയുന്ന ഒരു ഊഹം പോലും ഇല്ലായിരുന്നു ഇവിടെ ഇങ്ങനെ ആഘോഷം ഉണ്ടെന്ന്. വന്ന് കയറിയപ്പോൾ ഭയങ്കര ബഹളവും ലൈറ്റും അങ്ങനെയുള്ള കാര്യങ്ങൾ. ഞാൻ കാണിച്ചാൽ ഹായ് ഗൈസ്, ഇന്നലെ ഹോളിക്ക് നല്ല ആഹാരമായിരുന്നെങ്കിൽ ഇന്ന് വന്ന് കയറിയപ്പോൾ തന്നെ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഹോളിയൊക്കെ മൊത്തത്തിൽ വട്ടാണ്, എന്താണ് ഇവരെല്ലാവരും കൂടെ ആഘോഷമാണ്. നല്ല ആഘോഷമായിരുന്നു, അടിപൊളിയായിരുന്നു, സെറ്റായിരുന്നു. അപ്പം ഇനി വേറെ പരിപാടിയാണ്. ഹായ് ഗൈസ്, അങ്ങനെ നമ്മുടെ ആദ്യത്തെ ഒരു ഷിഫ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഒരു 16 ദിവസത്തേക്ക് ലീവിന് പോവാണ്. 20 ദിവസം ഇവിടെ വർക്ക് ചെയ്തു, 16 ദിവസം ലീവ് എടുക്കുന്നുള്ളൂ. കാരണം എൻ്റെ ബാക്ക് ടു ബാക്ക് ഉണ്ടെന്ന് വെച്ചാൽ ഞാൻ പോകുമ്പോൾ വരുന്ന ആളുടെ കല്യാണം. അപ്പോൾ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാനപ്പോൾ കുറച്ച് ലീവ് എടുത്ത് തിരിച്ചു വരും. അങ്ങനെ ഒരു മാസത്തെ വർക്ക് ഇവിടെ കഴിഞ്ഞ് എല്ലാം അടിപൊളിയായിരുന്നു. ഇവിടെ വർക്കൊക്കെ അടിപൊളിയാണ്. ഒരുപാട് വർക്ക് പ്രഷറൊന്നുമില്ല. നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടീസ് നമുക്ക് ചെയ്യുക. എല്ലാ ദിവസവും രാവിലെ അപ്ഡേറ്റ് തരും, അന്ന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതെല്ലാം ചെയ്യുക, അത്രയേ ഉള്ളൂ. പിന്നെ വെയിലുണ്ട്, അതിനി മൂടിക്കിട്ട് നടക്കുന്നത് കൊണ്ട് ഇതിൽ കുഴപ്പമില്ല. എല്ലാം കൊണ്ടും സുഖമാണ്. അപ്പം ഇനിയപ്പം ഇതോടുകൂടി എൻ്റെ ആദ്യത്തെ ഒരു ഷിഫ്റ്റിൻ്റെ ഡീറ്റെയിൽസ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ HSC പറ്റിയൊരു വീഡിയോ ഒന്നും അധികം കാണത്തില്ല. ഇനി എന്തെങ്കിലുമൊക്കെ പ്രത്യേകിച്ച് ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ ശരി. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ 10-20 ദിവസത്തെ ഷിഫ്റ്റിന് ശേഷം ഫസ്റ്റ് ഫീൽഡ് ബ്രേക്കിന് പോവാം. ഞാൻ വന്നപ്പോഴത്തേക്കൊരു ക്ഷീണിച്ചെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ കൊഴുപ്പുള്ള ആഹാരം പോലും എല്ലാം ഈ ഡയറ്റ് ഫുഡ് പോലുള്ള ഫുഡുകൾ, സലാഡ്, പനീർ, കടല, ചപ്പാത്തി മാത്രമേ. ചപ്പാത്തി സാധനം ഞാൻ ഈ ഒരു 20 ദിവസം എടുത്തിട്ടുണ്ട്. റൈസ് ഉണ്ടെങ്കിൽ നമുക്ക് പിടിച്ചില്ല. അത് കാരണം ചപ്പാത്തി തന്നെ എല്ലാ ദിവസവും രാവിലെ ഉച്ചയ്ക്ക് പോയിട്ട് 3 ചപ്പാത്തി വെച്ച് കഴിക്കും. ഇപ്പോൾ ഒരു പണി കിട്ടിയിട്ടിരിക്കുകയാണ്. പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അഹമ്മദാബാദ് വരെ ബസ്സിന് വന്നിട്ട് അഹമ്മദാബാദിൽ നിന്നാണ് ട്രെയിന് പോകുന്നത്. അപ്പോൾ ഞാൻ അഹമ്മദാബാദിൽ ട്രെയിൻ നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് ട്രെയിൻ ടിക്കറ്റ് കിട്ടിയില്ല. അപ്പോൾ ഞാൻ എന്തോട്ട് ആ ട്രെയിനിൻ്റെ സ്റ്റാർട്ടിങ് പോയിട്ട് ഒരു ശ്രീ ഗംഗാനഗർ പറഞ്ഞ സ്ഥലം, അവിടെ നിന്ന് ഞാൻ ബുക്ക് ചെയ്തത്. ഇന്നലെയാണ് ഞാൻ അറിഞ്ഞത് നമ്മളങ്ങനെ ബുക്ക് ചെയ്തിട്ടാലും നമ്മൾ ബോർഡിംഗ് പോയിൻ്റ് മെൻഷൻ ചെയ്യണം. അല്ലെങ്കിൽ ശ്രീ ഗംഗാനഗറിൽ നിന്ന് ആ ട്രെയിൻ എടുത്ത് കഴിഞ്ഞൊരു 3-4 സ്റ്റോപ്പ് കഴിയുമ്പോഴത്തേക്കും TTR ടിക്കറ്റ് വേറെ ആക്കില്ല. ഇപ്പോൾ ഇങ്ങനെ അഹമ്മദാബാദ് റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുക, നല്ല ഒരു മനസ്സാക്ഷിയുള്ള TT-കാരനാണ്, ഏതെങ്കിലും ഒരു സീറ്റ് തരുമെന്നുള്ളൊരു പ്രതീക്ഷയില്ല. അൺറിസർവ് ടിക്കറ്റ് എടുത്തു. മറ്റേ ടിക്കറ്റ് കൂടെ കാണിച്ച് ഏതെങ്കിലും ഒരു സീറ്റ് ഇരിക്കാനെങ്കിലും സ്ലീപ്പറിലോ വെള്ളം കിട്ടിയാൽ മതി എന്നുള്ളൊരതിലിരിക്കും. തിരിച്ച് നല്ല സമാധാനപരമായിട്ട് സന്തോഷമായിട്ട് വരാമെന്ന് വെച്ചിരുന്നപ്പോൾ ഇങ്ങനൊരു പ്രശ്നം. അപ്പോൾ അങ്ങനെ നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരു 10-18 ദിവസം വീട്ടിൽ തന്നെ
ഓരോ പരിപാടിയൊക്കെ ആയിട്ട് കൂട്ടുകാരെല്ലാം വന്നിട്ടുണ്ട്. UK സുധി അളകയും മാളും എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അവർ 25-ാം തീയതി പോകും. അതിന് മുന്നേ ബാക്കി പരിപാടി കാണണം. പിന്നെ എമ്പുരാൻ കാണണം. പിന്നെ എല്ലായിടത്തും ചുമ്മാ ഇറങ്ങും. വേറെ പണിയൊന്നും ഇല്ലല്ലോ. ഇനിയിപ്പോൾ ബൈക്ക് എടുത്ത് ചുമ്മാ അങ്ങോട്ടും വരെ നടക്കാൻ പറ്റും. അപ്പോൾ ഇതേ ഉള്ളൂ. ഇതുവരെ കൂടി കഴിഞ്ഞില്ല. ട്രെയിനിൽ കയറിയതിന് ശേഷം തിരിച്ച് ടിക്കറ്റ് അറിവില്ലെന്നും കൂടെ ഞാൻ പറഞ്ഞു. ടിക്കറ്റ് തന്നില്ലെങ്കിൽ അടുത്ത വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂരത്തിലോ വടകരയിലോ ഇറങ്ങി അവിടുന്ന് എല്ലാം ഫ്ലൈറ്റിൽ പോകണം. ചെയ്യാൻ നമുക്ക് അറിയാതെ പോയിട്ടില്ല. അല്ലെങ്കിൽ ആ ബോഡി പോയിട്ട് വെക്കാൻ എന്തോ സമയം വേണം. ചുമ്മാ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതിയായിരുന്നു. നമുക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനിയിപ്പോൾ ഇതേപോലെ നമ്മൾ സ്റ്റേഷൻ മാറി കൊടുക്കുവാണെങ്കിൽ ബോർഡിങ് പോയിട്ട് മാറ്റി കൊടുത്താൽ മതി. നമ്മൾ പേടിച്ച പോലെ ഒന്നും ഇല്ലായിരുന്നു കഴിച്ച്. നമുക്ക് ട്രെയിൻ ടിക്കറ്റ് അത് തന്നെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇനി വരുമ്പോൾ അത് ആലോചിച്ചോണം. ഇനി അങ്ങനെ ബോർഡിംഗ് പാസ് മാറ്റി കൊടുക്കണം. ഇത് സീസണൊന്നും അല്ലാത്തത് കൊണ്ട് വേറെ ആൾക്കാരും വരാഞ്ഞത് കൊണ്ട് അതവിടെ കിടന്നതാണ്. ഞാൻ ആ ബുക്ക് ചെയ്ത സീറ്റിൽ എനിക്ക് കിട്ടി. സമാധാനമുണ്ട്. അത് കാരണം ആ ടെൻഷനൊക്കെ മാറി കിട്ടും. അങ്ങനെ ട്രെയിനെല്ലാം കയറി നമ്മുടെ യാത്രയെല്ലാം തുടങ്ങി. ഇനിയിപ്പം നാളെ ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും കിട്ടിയത്.